ന്യൂസിലാൻഡിന്റെ പവർ പ്ലേ ബോളേഴ്സ് തന്നെ ആയിരിക്കും ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു ത്രെറ്റ് എന്ന് പറയുന്നത്. അതായത് അവർ ഓപ്പണിംഗ് 4 ഓവർ എറിയുന്നത്. അപ്പോൾ ലോക്കി ഫെർഗൂസൺ അല്ലെങ്കിൽ മാറ്റ് ട്രയൽ അത്യാവശ്യം നല്ല ഫോമിലാണ്. ഇന്ത്യയുടെ ടോപ്പ് ബോളേഴ്സിന് അതായത് സഞ്ജു സാംസണെയും അഭിഷേക് ശർമ്മയും വേഗം തന്നെ റിമൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ ഏറ്റവും ആദ്യത്തെ ഒരു മേജർ അജണ്ട എന്ന് പറയുന്നത്. അതും ലോക്കി ഫെർഗൂസൺ സഞ്ജു സാംസൺ അതൊരു ഭീകര സ്റ്റാറ്റ്സ് ആണ്. അദ്ദേഹം 4 മത്സരങ്ങളിൽ നിന്ന് 20 റൺസൊക്കെ സഞ്ജു സ്കോർ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 2 തവണ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലോക്കി ഫെർഗൂസൺ സഞ്ജു സാംസനെ തീർച്ചയായും ടാർഗറ്റ് ചെയ്യുന്ന ഉറപ്പാണ്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് വളരെ എക്സ്പോസ് ആയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം അഭിഷേക് ശർമ്മനെ എങ്ങനെ ഔട്ടാക്കണമെന്നുള്ളത്. അതായത് ഓഫ് സൈഡിലോ ലെഗ് സൈഡിലോ ഫീൽഡേഴ്സിനെ പുറത്തിറക്കിയിട്ട് അദ്ദേഹത്തിനെ അവിടെ അടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഒരുപോലെ ചെയ്യുന്നൊരു തന്ത്രം എന്ന് പറയുന്നത്. അതിലാണ് ഇതുവരെ എല്ലാ ടീമുകളും ഫോളോ ചെയ്തത്. അതിലൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട്. എന്തായാലും സ്പിന്നേഴ്സ് പവർ പ്ലേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് തിരിഞ്ഞു നോക്കാനില്ല. ഇന്ത്യ പിന്നീട് അവർ ആ ഒരു ഹിറ്റിംഗ് നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, ബാറ്റിംഗ് സ്ട്രെങ്ത് എന്താണെന്ന് എതിർ ടീമിനെ കാണിച്ചിട്ട് തന്നെയുള്ളൂ ഇത്രയും മത്സരങ്ങൾ. വെസ്റ്റ് ഇൻഡീസിനെതിരായാലും ഇപ്പോൾ കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലും. പക്ഷേ പവർ പ്ലേയിൽ കൂടുതൽ ഡാമേജ് ഉണ്ടാവാതെ നോക്കുക എന്നുള്ളത് സഞ്ജു സാംസന്റെ ഉത്തരവാദിത്വം തന്നെയായിരിക്കും. അദ്ദേഹം ഒരു സ്ഥലത്ത് വിക്കറ്റ് ഗാർഡ് ചെയ്ത് നിന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ന്യൂസിലാൻഡിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സെയ്ഫേർട്ടും ഫിന്നലിനുമാണ്. ഈ വേൾഡ് കപ്പിൽ സോഫർ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തിട്ടുള്ള പെയർ എന്ന് പറയുന്നത് സെയ്ഫേർട്ടും ഫിന്നലിനുമാണ്. 2 പേരും ഹിറ്റേഴ്സാണ്. ഒരാൾ ആങ്കർ റോൾ കളിക്കുക, മറ്റാൾ ഹിറ്റ്, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. 2 പേരും അടിച്ചുകൊണ്ടിരിക്കും തലങ്ങും വിലങ്ങും. അതുകൊണ്ട് തന്നെ പവർ പ്ലേയിൽ അവരെ റിമൂവ് ചെയ്യാനായിട്ട് ജസ്പ്രീത് ബുംറയെ കൊണ്ടുവരാനുള്ള ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. ഒരിക്കലും അർഷദീപിനും ഹാർദിക് പാണ്ഡ്യയും മോശം പവർ പ്ലേ ബോളേഴ്സ് ആയിട്ടല്ല. പക്ഷേ ഇപ്പോൾ അഹമ്മദാബാദിലെ ആയതുകൊണ്ട് വലിയൊരു അഡ്വാൻറ്റേജ് ഇത്തരത്തിലുള്ള വലിയ സീമും ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് മേ ബി ബുംറയെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്.